നമസ്കാരം. മഴ പെയ്തില്ലെങ്കിൽ ഇടപെടാൻ കേരളം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മഴമേഘങ്ങൾ വിരുന്നുവരാത്ത അംഗരാജ്യത്തെ ലോമപാതനെ പോലെ മുഖ്യമന്ത്രി പിണറായിയും പരിഹാരമാർഗങ്ങൾ തേടുകയാണ്. മഴമേഘങ്ങളെ കേരള രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വരൾച്ചയ്ക്ക് പരിഹാരം തേടുകയാണ് ലക്ഷ്യം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മഴയെ കൂടെ കൂട്ടാൻ ഋഷ്യശൃംഖൻ്റെ വരവിന് കാത്തിരിക്കുകയാണ്. കൃത്രിമ മഴയ്ക്കുള്ള സാധ്യതകൾ വരെ നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചർച്ച ചെയ്തു. നാലുകെട്ടിലെ മഴയുടെ വിവരണം വൈശാലിയുടെ വരൾച്ചയായിട്ട് മാറുന്നു. നനഞ്ഞു നിൽക്കുന്ന പാടത്തിൻ്റെ മുഖം തുടച്ചെത്തുന്ന നനുത്ത കാറ്റിലെ വെള്ളത്തുള്ളികൾ ഇന്ന് ചുട്ടുപഴുത്ത ആകാശത്തിനെതിരെ ഇലകുഴിഞ്ഞുണങ്ങി നിൽക്കുന്ന മരങ്ങളെ വിറപ്പിച്ചുകൊണ്ടുള്ള മണൽക്കാറ്റായി മാറുന്നു. കഴിഞ്ഞൊരു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ചയാണ് നാം നേരിടുന്നത്. അംഗരാജ്യത്തെ ശിക്ഷിച്ചത് മതിയായില്ല എന്ന് തോന്നുന്നു ദേവദേവനായ ഇന്ദ്രന്. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രനെ ചന്ദ്രനെ എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലായിക്കോളൂ. ഇന്ദ്രപ്രീതിക്കായി ഞാനും പ്രാർത്ഥിക്കുന്നു. കിണറുകൾ, കുളങ്ങൾ, മറ്റ് ജലസംഭരണികൾ എല്ലാം വലിയ തോതിൽ വെള്ളമില്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം വന്യമൃഗങ്ങൾ ചത്തൊടുങ്ങുന്ന അവസ്ഥയും വന്നിട്ടുണ്ട്. സർ, ഇതൊക്കെ LDF ഗവൺമെൻറ്റിൻ്റെ കുറ്റമാണ് എന്ന തരത്തിൽ ആരോപിക്കണോ എന്നുള്ളത് മാത്രമേ നോക്കേണ്ടതുള്ളൂ. ഞങ്ങളങ്ങനെ ഒരിക്കലും കാണുന്നില്ല. ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കുറ്റം കൊണ്ടല്ല വരൾച്ച ഉണ്ടാകുന്നത്. അത് രണ്ട് തരത്തിലാണ് വരൾച്ച ഉണ്ടാകുന്നത്. ഒന്ന് നാച്ചുറൽ ഡിസാസ്റ്റർ, രണ്ടാമത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും പ്രസക്തമാണ്. ഒന്ന് പ്രകൃതി ദുരന്തവും മറ്റൊന്ന് മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തവും. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് സാർ കേരളത്തിൽ ഈ നൂറ്റാണ്ട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വരൾച്ച ഉണ്ടായിട്ടുള്ളത്. എല്ലാ ശാപങ്ങളും എൻ്റെ ശിരസിൽ കുന്നുകൂടട്ടെ. പക്ഷേ അംഗരാജ്യത്തിലെ ജനങ്ങൾ, മിണ്ടാപ്രാണികൾ, അവരെന്ത് തെറ്റ് ചെയ്തു? വന്യമൃഗങ്ങൾക്കായാലും വെള്ളം വേണമല്ലോ. വെള്ളം കാട്ടിലില്ലെങ്കിൽ മൃഗം ഇങ്ങോട്ടിറങ്ങുന്ന സ്ഥിതി വരും. അപ്പോൾ ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത് കാട്ടിൽ തന്നെ വെള്ളം നൽകുന്നതിനുള്ള നടപടികൾ എടുക്കണം. അവിടെ ടാങ്കറിൽ വെള്ളം അടിക്കേണ്ടതായിട്ട് വരും. അതിനാവശ്യമായ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് പ്രതിപക്ഷ ഭരണകക്ഷി വ്യത്യാസമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. പുലി ഇറങ്ങിയതിനെ പറ്റി പറഞ്ഞു. പുലി എങ്ങനെ കണ്ണൂരിലെത്തിയത് ഇപ്പോൾ പുലിയോട് ചോദിക്കാൻ പറ്റില്ല, ഏതാ മാർഗത്തുള്ളത്. പുലി ഇറങ്ങി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഫലപ്രദമായ നടപടി തന്നെ ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. പുലിക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തത് കൊണ്ടാണ് പുലി ഇറങ്ങുന്നത്. മറ്റ് മൃഗങ്ങൾ ഇപ്പോൾ തന്നെ കാട്ടിൽ നിന്ന് ഇറങ്ങുന്നു. കാട്ടാനയുടെ ശല്യം ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? മന്ത്രദൃഷ്ടാവായ മഹാബ്രാഹ്മണനായ അങ്ങ് പറഞ്ഞു തരൂ. ഉപ്പാണ് ഇവർ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ഉപ്പ് ഉപയോഗിച്ചിട്ട് ക്ലൗഡ് സീഡിങ് നടത്തി മഴ പെയ്യിക്കുന്ന സിസ്റ്റമാണ്. അത് കേരളത്തിൽ പ്രായോഗികമാണ്. കഴിഞ്ഞ ദിവസം ലണ്ടനിലും ദുബായിലും ഇതുപോലെ മഴ പെയ്യിച്ചു വളരെ വിജയകരമായി പൂർത്തീകരിച്ചു എന്നുള്ള വാർത്ത അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു. മഴയുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശാസ്ത്രീയമായ പരിശ്രമമാണിത്. ഇതിൽ ആഗോളമായി തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് മഹാരാഷ്ട്രയിലും ആന്ധ്രയിലുമൊക്കെ ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ കോസ്റ്റ്ലി ആണോ എന്നതിൽ തന്നെ ചെറിയൊരു സംശയമുണ്ട്. താരതമ്യേന ചെലവ് കുറഞ്ഞതാണെന്നൊരു അഭിപ്രായവും പറയുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രയോഗത്തിൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കതെല്ലാം വെച്ചുകൊണ്ട് പരിശോധിക്കാം. മഴ എപ്പോൾ പെയ്യും എന്ന് ചോദിച്ചാൽ അളന്നു മുറിച്ച് പ്രവചനം നടത്താൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർക്ക് പോലും ഇപ്പോൾ കഴിയുമെന്ന് തോന്നുന്നില്ല. വരൾച്ച കടുക്കുമ്പോൾ കുടിവെള്ളത്തിനും ദുരിതാശ്വാസത്തിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഭരണ പ്രതിപക്ഷത്തിന് യോജിപ്പാണെങ്കിലും റവന്യൂ മന്ത്രിയുടെ വരണ്ടുണങ്ങിയ മറുപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷത്തിന് ഇറങ്ങിപ്പോകാതിരിക്കാനായില്ല. സാർ, മലബാർ കളക്ടർ ആയിരുന്ന വില്യം ലോഗൻ 130 വർഷം മുമ്പ് എഴുതിയ മലബാർ മാനുവലിൽ പറയുന്നുണ്ട്, മഴ ഇനി എപ്പോഴുണ്ടാകുന്ന ഒരാളോട് അന്വേഷിച്ചപ്പോൾ മാർച്ച് 22 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് അളന്നു മുറിച്ച ഉത്തരം കിട്ടി. സാർ, അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഈ സ്ഥിരത ഇന്ന് നമുക്കില്ല സാർ. സാർ, ഇത് പണ്ട് കാലത്തെ ആളുകൾ പറയുമായിരുന്നു ഇന്ന ദിവസം മഴ പെയ്യുമെന്ന്. ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഒരു സെക്കൻഡ് നിൽക്കണേ.
പുറത്ത് കാറുണ്ടോ നോക്കിയോ? കാറില്ല, ഒരു ലോറിയും ജീപ്പും കിടപ്പുണ്ട്. ആ കാറല്ലടോ, മഴക്കാറുണ്ടോ എന്നാ ചോദിച്ചത്. ഇല്ല 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 ഇല്ല. അതെ, അപ്പൊ ഇത് മഴ പെയ്യാൻ സാധ്യതയില്ല. റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ഇതിന് ചുമതല വഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വരണ്ടുണങ്ങിയ പ്രസംഗമാണ് സാർ ഈ സഭ കേട്ടത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ചന്ദ്രശേഖരൻ നല്ലവനാണ്, സൗമ്യനാണ്, നല്ല വ്യക്തിയുമാണ്. പക്ഷേ വ്യക്തി നല്ലതായതുകൊണ്ട് കാര്യമില്ല സാർ. ഏതായാലും സാർ, ഈ നിർദ്ദേശങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നുണ്ട്. പക്ഷേ ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും സാർ വർക്കൗട്ട് ചെയ്യാം. കേന്ദ്ര വിമർശനത്തിന്റെ കാര്യത്തിലാണ് നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും യോജിപ്പിലെത്തുക. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരായ RSS ഭീഷണിയുടെ കാര്യത്തിൽ യോജിച്ച് പ്രമേയം പാസാക്കിയ ഭരണ പ്രതിപക്ഷങ്ങൾ ഇന്നും കൈകോർത്തു. വരൾച്ച സംബന്ധിച്ച നിവേദനം കൊടുക്കാൻ കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രി അനുമതി നൽകാത്തതിലാണ് വിമർശനം. പ്രധാനമന്ത്രി മോദിക്കാണെങ്കിൽ ഇപ്പോൾ വിദേശ ഭരണ തലവന്മാരെ സ്വീകരിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ. ലോക്കൽസ് മുഖ്യമന്ത്രിമാർക്കായി സമയം നീക്കിവെക്കാൻ ഒട്ടുമില്ല. സർവകക്ഷി സമ്മേളനത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയെ കാണാനുള്ള അനുമതിക്കായി ചോദിച്ചിരുന്നു. ഈ 20-നോ 21-നോ അനുമതി നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഓണറബിൾ യൂണിയൻ ഹോം മിനിസ്റ്റർ ഓർ ഫൈനാൻസ് മിനിസ്റ്റർ ഫോർ ദ എബവ് പർപ്പസ്. അദ്ദേഹവുമായി ആലോചിച്ച് സൗകര്യപ്രദമായ ഒരു തീയതി നിശ്ചയിക്കുകയായിരുന്നു വേണ്ടിയത്. ഇത് ഞങ്ങൾ നിശ്ചയിച്ച ദിവസം തന്നെ കണ്ടുകൊള്ളണം, ഞങ്ങൾക്ക് കാണാൻ സൗകര്യം നൽകണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം മറ്റൊരു സൗകര്യം അതിനുവേണ്ടി ഏർപ്പെടുത്തി. സർ, 20-നോ 21-നോ അസൗകര്യമാണെങ്കിൽ മറ്റൊരു ദിവസം ആകുന്നതിന് നമുക്ക് തടസ്സമുള്ളതല്ല. സർ, പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് ഇത് നിഷേധിക്കുന്നത് ഉറപ്പായും പ്രൈം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രൈം മിനിസ്റ്ററുമായി സംസാരിച്ചതിന് ശേഷമാണ് ഈ നിഷേധം വന്നിട്ടുണ്ടാവുക. കേരളത്തിൻ്റെ സർവകക്ഷി സംഘത്തെ കാണാൻ പ്രധാനമന്ത്രിക്ക് മനസ്സില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. സർ, എന്നിട്ട് കൂട്ടത്തിലൊരു ഉപദേശവും ആഭ്യന്തരമന്ത്രിയെയോ ധനമന്ത്രിയെയോ കാണാനാണ് ഉപദേശം. സഭയിൽ വരുന്ന കേന്ദ്ര വിമർശനങ്ങളെയെല്ലാം നേരിടാൻ പാവം നമ്മുടെ രാജേട്ടൻ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം RSS ഭീഷണിക്കെതിരായ പ്രമേയം വന്നപ്പോൾ മുങ്ങിയ രാജേട്ടൻ ഇന്ന് പല്ലും നഖവും ഉപയോഗിച്ച് പോരാടി. പക്ഷേ എന്തു ചെയ്യാം, സകലമാന കേന്ദ്രവിരുദ്ധരുടെയും നടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റണ്ടേ. പ്രധാനമന്ത്രി കേരളത്തിലെ ഡെലിഗേഷൻ കാണാൻ തയ്യാറില്ലെന്ന് പറഞ്ഞിട്ടില്ല. രണ്ട് ദിവസം നിർദ്ദേശിച്ചു. ആ ദിവസം സാധ്യമല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ അടിയന്തരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ആഭ്യന്തരകാര്യമന്ത്രി അല്ലെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്റർ. ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രധാനമന്ത്രി പാലിക്കേണ്ട ന്യായമായ ഒരു രീതിയല്ലേ സാർ കാണുക എന്നുള്ളത്? ശ്രീ നരേന്ദ്രമോദി സ്വീകരിക്കുന്ന ഈ നടപടി തികച്ചും ഏകാധിപത്യപരമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇത് വെറും രാഷ്ട്രീയമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ പ്രധാനമന്ത്രിയെയും നിരന്തരമായി ആക്ഷേപിക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ നിലവിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ. കുറ്റം പറയേണ്ട യാതൊരു ആവശ്യമില്ല. അതിനേക്കാൾ ഉപരിയായി വേണമെങ്കിൽ നിങ്ങൾ ധനകാര്യമന്ത്രിയെയോ ആഭ്യന്തരമന്ത്രിയോ കാണണമെന്ന് പറയുന്നത് കേരളത്തെ പ്രധാനമന്ത്രി അപമാനിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാർ. പക്ഷെ അത് നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ നടപടിയായില്ല. നമ്മൾ ഡേറ്റ് നിശ്ചയിച്ചിട്ട് ആ ഡേറ്റിന് നമ്മൾ കാണണമെന്ന് പറയും, സാധ്യമല്ല. അതിന് പകരം മറ്റാളെ കാണുമെന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? അങ്ങ് വളരെ ആദരണീയനായ നേതാവാണ്, അങ്ങയുടെ വിലയാണ് കുറയുന്നതെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുക. ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്.
നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. ഇപ്പോൾ പിണറായിക്ക് മനസ്സിലായല്ലോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. മുഖ്യമന്ത്രിയുടെ അപ്പോയിൻമെന്റ് കിട്ടിയില്ലെന്ന് ആരും പരിതപിക്കാൻ ഇടവരുത്താതെ മുഖ്യമന്ത്രിയും ശ്രദ്ധിക്കണം. പിണറായിക്കും ചിലപ്പോൾ ചിലരെ കാണാൻ സമയക്കുറവാണ്. ആർക്കും കാണാൻ പറ്റുന്ന ഉമ്മൻചാണ്ടിയെ മോദിയും പിണറായിയും മാതൃകയാക്കണം. കസ്തൂരി രംഗൻ റിപ്പോർട്ട് കേരള കോൺഗ്രസിനെയും UDFിനെയും കഴിഞ്ഞ തവണ കുറെ വെള്ളം കുടിപ്പിച്ചതാണെങ്കിലും പരിക്ക് കൂടുതൽ പറ്റിയത് കോൺഗ്രസിനായിരുന്നു. ഇത്തവണ മലയോര കർഷകർക്ക് വേണ്ടി കേരള കോൺഗ്രസ് സമരം ചെയ്യുന്നത് UDFിൻ്റെ ഭാഗമായിട്ടല്ലാതെ ഒറ്റയ്ക്കാണ്. ഇടുക്കി ജില്ലയിലെ KM മാണിയുടെ പ്രതിപുരുഷൻ റോഷി എം അഗസ്റ്റിൻ ഇടുക്കിയിൽ മാത്രമല്ല ഇങ്ങ് തിരുവനന്തപുരത്തും വന്ന് സത്യാഗ്രഹം ഇരുന്നു. ഇടുക്കി DCC രാജ്യ തലസ്ഥാനത്ത് സമരം ചെയ്തപ്പോൾ കേരള കോൺഗ്രസ് സമരം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. രണ്ടു കൂട്ടരും ഇടുക്കി ജില്ലയിൽ ഹർത്താലും നടത്തി. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയോട് മാത്രമല്ല കോൺഗ്രസിനോടും മത്സരിച്ചു വേണം കേരള കോൺഗ്രസിന് മലയോര പാർട്ടിയായി നിൽക്കാൻ. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. 1 2 3 4 ഇന്ദ്രരത്തം ഐ ഇന്ദ്രരത്തം വീണ മണ്ണിതിൽ ജീവിതം നയിക്കുവാൻ വീണ മണ്ണിതിൽ ജീവിതം നയിക്കുവാൻ വീണ മണ്ണിതിൽ ജീവിതം നയിക്കുവാൻ വീണ മണ്ണിതിൽ ജീവിതം നയിക്കുവാൻ പൊരുതിടും വിജയമുള്ള നാൾ വരെ പൊരുതിടും വിജയമുള്ള നാൾ വരെ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്, കതിർ കനമേകും മണ്ണാണ് മണ്ണ്. ഉമ്മന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള കരട് വിജ്ഞാപനം, അത് വീണ്ടും ഒന്നുകൂടി കരട് വിജ്ഞാപനം നീട്ടിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും അതിന്മേൽ അന്തിമ വിജ്ഞാപനമാണ് ഉണ്ടാവേണ്ടത്. 4-ാം തീയതി അതിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് കരട് വിജ്ഞാപനം ഒന്നുകൂടെ നീട്ടി. അതല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ളത് അന്തിമ വിജ്ഞാപനമാണ്. അത് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റോഷി അഗസ്റ്റ്യൻ 48 മണിക്കൂർ ഇടുക്കിയിൽ ഉപവസിച്ചു. അത് കഴിഞ്ഞ് 200 കിലോമീറ്ററോളം യാത്ര ചെയ്ത് തിരുവനന്തപുരത്തെത്തി ഇപ്പോൾ ഉപവാസത്തിലേക്ക് കിടന്നിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചു. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി ആ റെസ്റ്റ് കൊടുക്കൂല, നേരത്തെ കുത്തും ഞാൻ. ഇനി വിട്ടുവീഴ്ചയില്ല. 60 ദിവസത്തിനകം അന്തിമ വിജ്ഞാപനം ഉണ്ടാകുന്നില്ലെങ്കിൽ കേരള കോൺഗ്രസ് വളരെ ഉഗ്രമായ കർഷക സമരത്തിലേക്ക് നീങ്ങും. അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. എന്റെ ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാനിതെങ്ങനെ സഹിക്കും? ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. വക്രദൃഷ്ടിയിൽ ഇനി ഇടവേള. മദ്യനയം വിട്ടുള്ള ഒരു കളിയില്ലെന്ന് AK ആന്റണി. മദ്യപാനികൾ പറയുന്നത് ചാരായത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ കിക്ക് കിട്ടുന്നത്. എനിക്കറിയത്തില്ല. സത്യം. ആ ചാരായം കുടിച്ച് വരുന്ന ആൾക്കാർക്ക് അവർ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കുടുംബങ്ങളിലാകെ സംഘർഷമാണ്, സംഘട്ടനമാണ്.